രാഹുൽ നാവാടി നേടിയതെല്ലാം ഈ നാരിയുടെ ഇതുപോലുള്ള നാവാട്ടിലൂടെ തകർന്നു പോകുമോ എന്ന് പറയുന്ന പരിഭ്രമമാണ് ആ മനുഷ്യന്റെ ഉള്ളിലുള്ളത്. സ്വാഭാവികമായും ഒരു നിമിഷം പോലും രാഹുൽ ചോദിക്കുന്നില്ല, ഇത് എൻ്റെ കുട്ടിയാണോ, ഇതിൻ്റെ ഉത്തരവാദി ഞാൻ തന്നെയാണോ എന്ന് പറയുന്ന ഒരു സംശയം രാഹുൽ അവിടെ ഉയർത്തിയില്ല. രാഹുൽ അങ്ങനെ കെട്ട ഒരുത്തനാണെങ്കിൽ ആദ്യം ചോദിക്കുന്നത് ഇതിൻ്റെ ഉത്തരവാദി ഞാനാണെന്ന് എങ്ങനെ പറയും, അല്ലെങ്കിൽ ഏതൊരു പുരുഷൻ എന്നല്ല ഏതൊരു സ്വാർത്ഥ മനുഷ്യൻ്റെയും സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് വില കൊടുക്കണ്ട. പിന്നെ ഈ കൊല്ലുക എന്ന് പറയുന്ന കാര്യം അയാളല്ല പറഞ്ഞത്. രാഹുൽ പറഞ്ഞത് ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതായത് ഒന്ന് നേരിൽ കാണണം, നമുക്ക് നേരിട്ട് സംസാരിക്കണം എന്ന് വളരെ കാതരമായ സ്വരത്തിൽ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ ചോദിച്ചു, അങ്ങോട്ടേക്ക് ചോദിച്ചു, ഓ എന്നെ വിളിച്ചു വരുത്തി കൊല്ലാനാണോ എന്നുള്ള രീതിയിൽ അങ്ങനെ ചോദിക്കുമ്പോഴാണ് രാഹുൽ അതിനോടുള്ള പ്രതികരണമായിട്ടാണ് നടത്തിയത്. നിന്നെ കൊല്ലാൻ ചെറിയ നിമിഷം പോരെ എന്ന് പറയുന്ന ഏതോ ഒരു മോഹൻലാൽ കഥാപാത്രം, അരവില്ലത്തരമുള്ള ഏതോ ഒരു മോഹൻലാൽ കഥാപാത്രം ആ മനുഷ്യന്റെ ഉള്ളിലേക്ക് കടന്നു വന്നതുകൊണ്ട് സ്വാഭാവിക പ്രതികരണം മാത്രമാണെന്നേ. അത് താണ് കേണ് ആണ് ഈ രാഹുൽ ആ സ്ത്രീയോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. പെട്ടുപോയതിൻ്റെ പകപ്പ് നന്നായിട്ടുണ്ടായിരുന്നു. അതും രണ്ട് വ്യക്തികൾക്കിടയിലുള്ള സ്വകാര്യ നിമിഷങ്ങളെക്കുറിച്ചുള്ള കാര്യമാണത്. നമ്മളല്ല അഭിപ്രായം പറയേണ്ടതെന്ന് പറയുന്ന ഒരു വകതിരിവാണ് പൊതുസമൂഹം ആദ്യം കാണിക്കേണ്ടത്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളെയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന വൃത്തികെട്ട കളികളാണ്. ഇതൊന്നും സാമാന്യ ബോധമുള്ള മനുഷ്യർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഞാനൊരു പ്രസ്ഥാനത്തിൻ്റെയോ ഇസത്തിൻ്റെയോ അതല്ലെങ്കിൽ വ്യക്തികളുടെയോ ഒന്നിൻ്റെയും അടിമയല്ലാത്തത് കൊണ്ടാണ് എനിക്കിത് പറയാൻ പറ്റുന്നത്, അല്ലേ? നിങ്ങൾ ഇന്നലെ വരെയും സംഖ്യകളെ വാരിയെടുത്ത് വർത്തമാനം പറഞ്ഞവനല്ല പോകാൻ, നിങ്ങൾ ഇന്ന് ഒരു കൊങ്ങിയുടെ കോഴിത്തരത്തെ ന്യായീകരിക്കാൻ വരുന്നോ എന്നും മറ്റുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ ഒന്നും ബോധിപ്പിക്കാൻ ആവശ്യമില്ല, ഒന്നും ബോധിപ്പിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ഞാൻ ഒരു കാര്യത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ഈ ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ പറയാറുള്ളൂ. പക്ഷേ ഞാൻ അതിനെ ഒന്ന് പരിഷ്കരിച്ചാണ് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. അതായത് ആ ലക്ഷ്യം എന്ന് പറയുന്നത് ന്യായത്തിൽ അധിഷ്ഠിതമായിരിക്കണം, അതുപോലെ മാർഗം എന്ന് പറയുന്നത് ധർമാസ്പദവുമായിരിക്കണം. അതുകൊണ്ട് തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്തു വന്നവരുടെ ഉദ്ദേശശുദ്ധി നല്ലതല്ലാത്തതുകൊണ്ട് പോങ്ങൻ ഉറപ്പിച്ചു പറയുന്നു, ആ മനുഷ്യനെ അങ്ങനെ കല്ലെറിയാൻ എന്നെ കിട്ടില്ല. എനിക്ക് മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു.